ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ദിയാസ് ടേസ്റ്റി കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ മിക്സ്ചറിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. മിക്സ്ചർ നമ്മൾ കടയിൽ നിന്നൊന്നും വാങ്ങേണ്ട ആവശ്യമില്ല, വളരെ എളുപ്പത്തിൽ തന്നെ വീട്ടിൽ തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യം നമുക്ക് ഒരു ബൗളിലേക്ക് 2 കപ്പ് കടലമാവ് എടുക്കണം. പിന്നെ നമ്മളിതിലേക്ക് എരിവിന് വേണ്ടിയിട്ടുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ചേർക്കുന്നത്. ഇത് കാശ്മീരി ചില്ലി പൗഡറാണ്. അപ്പോൾ മുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം. പിന്നെ ഇതിലേക്ക് 1/2 ടീസ്പൂൺ കായപ്പൊടിയും പാകത്തിനുള്ള ഉപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ ഞാനിതൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ചപ്പാത്തി മാവിന് കുഴച്ചെടുക്കുന്ന പോലെ ഇതൊന്ന് കുഴച്ചെടുക്കണം. കടലമാവായതുകൊണ്ട് വളരെ കുറച്ച് വെള്ളം മാത്രം ചേർത്താൽ മതി. പിന്നെ നമ്മൾ ഇത് കുഴച്ചെടുക്കുമ്പോൾ കുറച്ച് എണ്ണയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ ഇത് കയ്യിലൊന്നും ഒട്ടാതെ കുഴച്ചെടുക്കാൻ പറ്റും. ഇപ്പോൾ ഞാൻ ചപ്പാത്തി മാവിന് കുഴച്ചെടുക്കുന്ന പോലെ ഇത് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് വറുത്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഓയിൽ ഞാൻ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ എണ്ണ ചൂടായി വരുമ്പോഴേക്കും നമുക്ക് സേവനാഴിയിൽ നമ്മുടെ മാവ് കുറച്ച് എടുത്ത് വെക്കാം. ഇന്ന് നമ്മൾ സേവ് എന്നാണ് പറയുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് സേവ് വറുത്തെടുക്കണം. അപ്പോൾ നന്നായിട്ട് ചൂടായി നിൽക്കുന്ന എണ്ണയിലേക്ക് നമുക്ക് സേവനാഴിയിലിട്ടിരുന്ന മാവ് ഇതുപോലെ പ്രസ് ചെയ്ത് ചുറ്റിച്ചൊന്ന് ഇട്ട് കൊടുക്കാം. ഇത് ഒരുപാട് ടൈം എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു 30 സെക്കൻഡ്സ് ഒക്കെ മതിയാവും. അപ്പോൾ 2 സൈഡും ഫ്രൈ ചെയ്തെടുക്കാം. ഒരുപാട് ടൈം എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കളറും ചേഞ്ച് ആവും, അതുപോലെ തന്നെ ടേസ്റ്റിനും ഡിഫറൻസ് ഉണ്ടാവും. ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റി കഴിഞ്ഞും അതിൻ്റെ ആ ഒരു ചൂട് കൊണ്ട് കുറച്ചുകൂടി ഒന്ന് ഫ്രൈ ആയി കിട്ടും. അതുകൊണ്ട് ഒരുപാട് ടൈം എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കരുത്. അപ്പോൾ ബാക്കിയുള്ളത് ഇതുപോലെ തന്നെ നമുക്ക് വറുത്തെടുക്കാം. അതിനുശേഷം നമുക്ക് പൊട്ടുകടലയൊക്കെ ഒന്ന് വറുത്തെടുക്കണം. ഞാനിപ്പോൾ ഒരു 1/4 കപ്പ് പൊട്ടുകടല അതേ എണ്ണയിൽ തന്നെ ഇട്ട് വറുത്തെടുക്കുന്നുണ്ട്. പൊട്ടുകടലയൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ തന്നെ എടുക്കുക. ഞാനിപ്പോൾ 1/4 കപ്പാണ് എടുത്തിരിക്കുന്നത്. കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അതിൽ കൂടുതലും എടുക്കാം. അപ്പോൾ ഇതൊന്ന് വറുത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് മുഴുവൻ എണ്ണയിൽ നിന്നും കോരി മാറ്റിയിട്ട് നമുക്ക് കപ്പലണ്ടിയും കൂടി ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഞാൻ 1/4 കപ്പ് കപ്പലണ്ടി എടുത്തിട്ടുണ്ട്. അതും കൂടി എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതും കൂടി ഒന്ന് വറുത്ത് കോരാം. ഇപ്പോൾ ഞാൻ കപ്പലണ്ടി എണ്ണയിൽ നിന്നും കോരിയെടുക്കുന്നുണ്ട്. അപ്പോൾ മുഴുവനും ഇതുപോലെ തന്നെ കോരിയെടുക്കാം. എന്നിട്ട് നമുക്ക് അതേ എണ്ണയിൽ തന്നെ ഒരു 4-5 വെളുത്തുള്ളി ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കണം. പിന്നെ ഞാൻ ഒരു 2 വറ്റൽമുളക് ചെറുതായിട്ട് മുറിച്ചതും 2 തണ്ട് കറിവേപ്പിലയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് മൂത്ത് വരുന്നത് വരെ നമുക്ക് വറുത്തെടുക്കാം. വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് മൂത്ത് നല്ല ഒരു ബ്രൗൺ കളറായി വരണം. എന്നിട്ട് നമുക്ക് ഇതെല്ലാം എണ്ണയിൽ നിന്നും കോരി മാറ്റാം. ഇപ്പോൾ ഇതൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നു. അപ്പോൾ ഞാൻ ഇതും എണ്ണയിൽ നിന്ന് കോരിയെടുക്കുകയാണ്. അപ്പോൾ എല്ലാം നമ്മൾ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് മിക്സ്ചർ ആക്കി എടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ആദ്യമേ വറുത്ത് വെച്ചിരിക്കുന്ന സേവെല്ലായിട്ട് ഒന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ സേവെല്ലാം ഇതുപോലെ കൈകൊണ്ട് തന്നെ ഒന്ന് പൊടിച്ചെടുത്താൽ മതി. ഇപ്പോൾ ഞാൻ ഈ സേവൊക്കെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ബാക്കി വറുത്ത് വെച്ചിരിക്കുന്നതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമുക്ക് കപ്പലണ്ടി ചേർത്ത് കൊടുക്കാം. പിന്നെ വറുത്ത് വെച്ചിരിക്കുന്ന പൊട്ടുകടല ചേർക്കാം. എന്നിട്ട് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന കറിവേപ്പിലയും വെളുത്തുള്ളിയും വറ്റൽമുളകും എല്ലാം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ടേസ്റ്റിനനുസരിച്ചിട്ട് മുളക് പൊടിയും ഉപ്പും കുറച്ച് കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ഇതെല്ലാം ചേർത്ത് കൈകൊണ്ട് വീണ്ടും ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നല്ല സ്പൈസിയും നല്ല ടേസ്റ്റിയുമായിട്ടുള്ള നമ്മുടെ മിക്സ്ചർ റെഡി ആയിട്ടുണ്ട്. മിക്സ്ചറൊക്കെ എല്ലാവർക്കും തന്നെ ഇഷ്ടമായിട്ടുള്ള ഒരു സ്നാക്കാണ്. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസൊക്കെ ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് അതിനടുത്ത് കാണുന്ന ബെൽ ബട്ടണിൽ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ കൂടി എനേബിൾ ചെയ്യുക. താങ്ക്